സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബെഞ്ചമിൻ്റെ കൂട്ടത്തിലുള്ള രാഹുൽ എന്ന് പറഞ്ഞ ആൾ അമൃതയുടെ ബോഡി കിടന്ന സ്ഥലത്തൊക്കെ വന്ന് നോക്കുവാണ്. അങ്ങനെ അവിടെ മുഴുവൻ നോക്കിയിട്ടും അമൃതയുടെ ബോഡി കാണാതെ അയാൾ ടെൻഷനായിട്ട് ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ രാഹുലിൻ്റെ കോൾ കാണുന്നതും ചന്ദ്രശേഖരൻ ഫോൺ എടുത്തിട്ട് ചോദിക്കണേ, എന്തായി, ആ ബോഡി അവിടെ നിന്ന് മാറ്റിയോ? സാറേ, ഞാൻ ആ ബോഡി കിടന്ന സ്ഥലത്ത് വന്നു, പക്ഷേ അവിടെ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ആ ബോഡി അവിടെയൊന്നും കാണുന്നില്ല. കാണുന്നില്ലല്ലോ. ഞാൻ ആ അമൃതയുടെ മരണം ഉറപ്പാക്കിയിട്ട് അവിടെ നിന്ന് പോയത്. ആ ബോഡി അവിടെ തന്നെ ഉണ്ടായല്ലോ, പിന്നെ എവിടെ പോകാനാ? സത്യോ സാറേ ഞാൻ പറയുന്നത്, ഞാനിവിടെ മുഴുവൻ നോക്കി. ഇനി ആരെങ്കിലും രാവിലെ തന്നെ ബോഡി കണ്ടു കാണോ? താൻ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ ആരെങ്കിലും ബോഡി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ കൂടുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കാഴ്ച താൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ആ ബോഡി എവിടെ പോയതാണ്? അത് എവിടെയാണ് പോയതെന്ന് കണ്ടെത്തണം. ഒരു കാര്യം ചെയ്, താൻ ആ ഭാഗത്തൊക്കെ മര്യാദക്ക് ശരിക്കും ഒന്ന് പരിശോധിച്ച് നോക്ക്. ചിലപ്പോൾ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയതായിരിക്കും. അവളുടെ മരണം ഞാൻ ഉറപ്പാക്കിയതാ. എത്രയും പെട്ടെന്ന് ആ ബോഡി എവിടെയാണെന്ന് കണ്ടെത്താൻ നോക്ക്. അങ്ങനെ പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുവാണ്ടോ ചന്ദ്രശേഖരൻ. ഈ സമയം അയാൾ വീണ്ടും അവിടെയെല്ലാം പരിശോധിച്ചുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം സാറ ചന്ദ്രശേഖരനോട് കാര്യം എന്താണെന്ന് തിരക്കുക. ഈ സമയം ചന്ദ്രശേഖരൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുക. അതേക്കുന്നതും സാറ് പറയണേ, എന്തൊക്കെയാണ് പറയുന്നത്? അവളുടെ ബോഡി പിന്നെ ഇവിടെ പോകാനാ? അതാ എനിക്കും മനസ്സിലാവാത്തത് സാറാ. അവളുടെ മരണം ഞാൻ ഉറപ്പാക്കിയതാ, പക്ഷേ ആ ബോഡി പിന്നെ ഇവിടെ പോകാനാ? ചന്ദ്രു, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എല്ലാ തരത്തിലും നമുക്കെതിരെ ഇനി ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ നീക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അവളുടെ ബോഡിക്ക് എന്ത് പറ്റിയെന്ന് നമ്മൾക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. അതൊരിക്കലും നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കാൻ പാടില്ല. ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് വ്യക്തതയോടെയും പെർഫെക്ഷനായിട്ടും ചെയ്യണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പാളിച്ചെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും. സൂക്ഷിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. ഇതേസമയം അവിടെയാണെങ്കിൽ ആ രാഹുൽ എന്ന് പറയുന്ന ആൾ അവിടെ എല്ലായിടത്തും ബോഡി നോക്കുവാണ്. ഈ സമയം പെട്ടെന്നായിരിക്കും കേട്ടോ 2 പോലീസ് ജീപ്പുകൾ അങ്ങോട്ടേക്ക് വരുന്നത് അയാൾ കാണുന്നത്. അത് കാണുന്നതും അയാളാണെങ്കിൽ ആ പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ അവിടെ ചെടികൾക്കിടയിൽ കുറ്റിക്കാടിൻ്റെ ഇടയിൽ മറഞ്ഞു നിൽക്കുവാണ്. ഈ സമയം ACP ടീമും ഉണ്ട് അവിടെ എത്തുന്നത്. അങ്ങനെ ACP പോലീസുകാരോട് അവിടെ എല്ലാം സെർച്ച് ചെയ്യാൻ പറയുവാണ്. അങ്ങനെ അവർ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും അവിടെ അമൃതയുടെ രക്തത്തിൻ്റെ കറയൊക്കെ പറ്റിപ്പടക്കുന്നത് അവർ കാണുന്നത്. ഇവിടെ നോക്കൂ. അങ്ങനെ ACP വന്ന് അതെല്ലാം നിരീക്ഷിക്കുവാണ്. ഈ സമയം ACP പറയുന്നുണ്ട്, ഇവിടെ ചുറ്റും എല്ലായിടത്തും വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കണം. എന്തെങ്കിലും കൊലക്കുപയോഗിച്ച ആയുധങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ കൂടെ ആ സമയം ഉണ്ടായ ആരെങ്കിലോ അവരുടെ എന്തെങ്കിലും ബോഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമായി തന്നെ നിരീക്ഷിച്ചറിയണം. അങ്ങനെ പോലീസുകാർ 4 പാടും അന്വേഷിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവേശ്ശേരിയാണ് കേട്ടോ. അവിടെ അമൃതയുടെ അന്ത്യകർമ്മങ്ങളെല്ലാം നടത്തി അമൃതയുടെ ഫോട്ടോ മാലയിട്ട് ഭിത്തിയിൽ തൂക്കിയിരിക്കുവാണ്. ആ ഫോട്ടോയിലേക്ക് നോക്കി കരഞ്ഞു തളർന്ന് അവശയായിട്ടിരിക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം ദേവനും യശോദയും മുത്തശ്ശിയും വരനും എല്ലാം അരികിൽ തന്നെ നിൽക്കുന്നുണ്ടാകും. രാധികയാണെങ്കിൽ ഇന്നലെ പരിക്കേറ്റ് അമൃത വീടിൻ്റെ മുറ്റത്ത് വന്ന് കിടന്നതും അമൃതയെ കോരിയെടുത്ത് തന്നെ മടിയിൽ കിടത്തിയതും പിന്നീട് വെള്ളം കൊടുത്തതും അവസാനമായിട്ട് അമൃത തൻ്റെ നെറുകയിൽ ഉമ്മ തന്ന് എന്നേക്കുമായിട്ട് യാത്രയായ സംഭവങ്ങളെല്ലാം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് രാധിക. ഈ സമയം ദേവൻ പറയുന്നുണ്ട്, അമൃതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്ന രീതിയിലുള്ള എല്ലാ പ്രവൃത്തികളും നമ്മളാൽ കഴിയും വിധം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അമൃതയ്ക്ക് സംഭവിച്ച പ്രവൃത്തിക്ക് നീതി കണ്ടെത്തേണ്ടത് പോലീസുകാരാണ്. ഈ സമയം യശോദ പറയുന്നുണ്ട്, ശ്യാമയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും കൊടുക്കാൻ തനിക്ക് ഒരു മടിയില്ലെന്ന് അമൃത എപ്പോഴും പറയുമായിരുന്നു. ആ വാക്കുകൾ അറം പറ്റിയ പോലെ ആയിപ്പോയില്ലേ? ഇത് സഹിച്ച് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുവാണ്. അന്നേരം വരുൺ പറയുന്നുണ്ട്, ഞാനും രാധിക പലതവണ അമൃത മേഡത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അമൃത മേഡം ശ്യാമ മേഡം ഒരു വഴക്ക് പോലും ഇല്ലാതെ ഇങ്ങനെ ഇത്ര സ്നേഹത്തിൽ മുമ്പോട്ട് പോകുന്നതെന്ന് ഞങ്ങൾ എപ്പോഴും ചിന്തിക്കും. ഞങ്ങൾ ഈ കാര്യം അമൃത മേഡത്തോട് ചോദിച്ചപ്പോൾ മേഡം എന്താ പറഞ്ഞതെന്നറിയോ? ശ്യാമയെ ഞാൻ എൻ്റെ അനിയത്തിനെ പോലെയല്ല കാണുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന വലിയ ഗായികയായിട്ടാണ് കാണുന്നതെന്ന്. ശ്യാമ മേഡത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത് തന്നെയാണ് താൻ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നും അമൃത മേഡം എപ്പോഴും പറയുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ശ്യാമ മേഡത്തിന്. അവസാനം മേഡത്തിൻ്റെ അവസ്ഥ വന്നെന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് വരുൺ രാധികയുടെ അരികെ വന്നിരിക്കണേ. എടോ രാധികെ, തൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. വരുൺ വല്യമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ആ പേര് ബെഞ്ചമിൻ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ബെഞ്ചമിനാണെന്നല്ലേ? ബെഞ്ചമിൻ ഉപയോഗിച്ച് ഇതെല്ലാം നടത്തുന്നത് ചെറിയച്ഛനും ആ സാറയും ചേർന്നല്ലേ?
വലിയമ്മയുടെ മരണത്തിന് കാരണവും അതുപോലെ എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അമ്മയെ കാണാമറിയത് ഒളിപ്പിച്ച് നിർത്തുന്നതിന് പിന്നിലും ബെഞ്ചമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചന്ദ്രശേഖരനും സാറേയുമാണുള്ളത്. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? എൻ്റെ വല്യമ്മയോട് ചെയ്ത ക്രൂരതയ്ക്ക് അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടേ വരുൺ? അതിന് അവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. അവരിനി ഞാനങ്ങനെ വെറുതെ വിടില്ല. എൻ്റെ വല്യമ്മയുടെ ചോരയ്ക്കും എൻ്റെ അമ്മ ഇത്ര നാൾ അനുഭവിച്ചതിനും അവരോട് ഞാൻ കണക്ക് ചോദിക്കും. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അന്നേരം മരണാണെങ്കിൽ രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാഴ്ച കൊണ്ട് സഹിക്കാനാവാതെ നിൽക്കുവാണ് മുത്തശ്ശിയും യശോദയും ദേവനും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെ ഏതോ ഒരു രസസംഗീതത്തിൽ കൊണ്ടുവന്നിരിക്കുവാണ് ബെഞ്ചമിൻ്റെ ആളുകളും കൂടി. ഈ സമയം ബെഞ്ചമിൻ്റെ നിർദ്ദേശാനുസരണം ശ്യാമയുടെ വേഷവും രീതിയൊക്കെ മാറ്റാനായിട്ട് ശ്യാമയുടെ മുടി മുഴുവൻ മുറിച്ച് കളയുവാണ്. അങ്ങനെ മുടിയൊക്കെ മുറിച്ച് ശ്യാമയാണെങ്കിൽ അമൃതയുടെ മരണം കൺമുമ്പിൽ കണ്ട് ആകെ മനസ്സ് കഴിവിട്ട അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. ഒന്നും മിണ്ടുന്നില്ല, ഒരനക്കവും ഇല്ലാതെ ജീവചാവം പോലെ ഇരിക്കുവാണ് ശ്യാമ. അന്നേരം ബെഞ്ചമിൻ ചിരിച്ചുകൊണ്ട് പറയണേ, ഇനി പ്രശസ്ത ഗായിക ശ്യാമേനെ നാട്ടുകാർക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല. അമ്മാതിരി കോലത്തിൽ നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ. ഇനി ഇവളെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് ശ്യാമയും കൂട്ടി ബെഞ്ചമിനും കൂട്ടരും ജീപ്പിൽ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അതെ, ഇനി നമ്മൾ അവിടെ എത്താൻ എത്ര സമയം എടുക്കും? കുറച്ചധികം സമയം എടുക്കും. 20 കിലോമീറ്ററും കൂടി ഉണ്ടല്ലോ. എടോ, ഒന്ന് പറപ്പിച്ച് വിടാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ ബെഞ്ചമിൻ അയാളുടെ വേഗത്തിൽ വണ്ടി വിടാൻ പറയുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ ആ ഗുണ്ടകൾക്ക് നടുവിൽ ഒരനക്കവും ഇല്ലാതെ ഒരു കൽപ്രതിമ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമയുടെ ഈ അവസ്ഥയൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ബെഞ്ചമിൻ. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും സാറേയും കൂടി ഓഫീസിലിരുന്ന് സംസാരിക്കുന്നതായിരിക്കണം. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എന്നാലും ഞാൻ അവളെ കഴുത്ത് വെട്ടി കൊല്ലാക്കല ചെയ്തിട്ടിരുന്ന ആ സ്ഥലത്ത് നിന്നും അവൾ എഴുന്നേറ്റ് ആറ്റുവാശ്ശേരി വരെ എത്തിയില്ലേ? അതോർക്കുമ്പോൾ എനിക്ക് അത്ഭുതം. ഇവറ്റകൾ തമ്മിലുള്ള സ്നേഹം കണ്ടില്ലേ? അന്നേരം സാറേയും ചിരിച്ചുകൊണ്ട് പറയണേ, ശരിയാ ചന്ദ്രു പറഞ്ഞത്. എന്തു തന്നെയാണെങ്കിലും അവളെ സ്നേഹിക്കുന്ന അവളുടെ ബന്ധുക്കാർക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാമല്ലോ. വലിയ മൃത്യുവല്ലേ അവൾ വരിച്ചത്. അങ്ങനെ പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും രാധികയും വരണം അതുപോലെ ACPയും മറ്റു പോലീസുകാരും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ പോലീസുകാരെയും രാധികേനെയൊക്കെ കാണുന്നതും അവർ പെട്ടെന്ന് തന്നെ അവരുടെ സംസാരമൊക്കെ നിർത്തുവാണ്. അന്നേരം സാറ് ചോദിക്കുന്നുണ്ട്, സാറോ, സാറെന്താ ഇവിടെ? ഞങ്ങളെ കാണാനായിട്ട് വന്നതാണോ? അന്നേരം ACP പറയണേ, അതെ, ഇന്നലെ രാത്രി ഒരിടം മരണം സംഭവിച്ചു. ഒരു സ്ത്രീ മരിച്ചു. അമൃത എന്നാണ് മരിച്ച സ്ത്രീയുടെ പേര്. അന്നേരം സാറ് ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉള്ളത്? എല്ലാ ദിവസവും പത്രം എടുക്കുമ്പോൾ എത്രയോ പേരുടെ മരണ വാർത്തയാണ് നമ്മൾ കാണുന്നത്. ഇതങ്ങനെ സാധാ ഒരാളല്ല. പ്രശസ്ത ഗായിക ശ്യാമയോടൊപ്പം ഉണ്ടായിരുന്ന, അവരുടെ കാണാതായ സമയത്തൊക്കെ മുഴുവൻ അവരോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ബന്ധുവായ സ്ത്രീയാണ് അമൃത. അങ്ങനെയുള്ള അമൃതയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഓ അതെയോ? ചന്ദ്രുവിന് അറിയില്ലേ ഈ ശ്യാമേനെയൊക്കെ? ചന്ദ്രുവിൻ്റെ അടുത്ത ബന്ധുവല്ലേ? അവരുടെ വാർത്തയൊക്കെ ഞാൻ ന്യൂസിലൂടെ മറ്റുമൊക്കെ കേട്ടിരുന്നു, അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ശരിയാ, ബന്ധമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അത്രയ്ക്ക് വലിയ അടുപ്പമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അന്നേരം രാധിക പൊട്ടിത്തെറിക്കണേ, ദേ രണ്ടുപേരും ഞങ്ങൾക്ക് മുമ്പിൽ ഒന്നും അറിയാത്തവരെ പോലെ നടിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ഞങ്ങൾക്കെല്ലാം അറിയാം. എൻ്റെ അമ്മയും വല്യമ്മയും തട്ടിക്കൊണ്ടു പോയതും ഇത്ര നാൾ തടവിൽ പാർപ്പിച്ചതും നിങ്ങളാണ്. എൻ്റെ വല്യമ്മയെ കൊന്നതും നിങ്ങൾ തന്നെയാണ്. എൻ്റെ അമ്മ എവിടെയുണ്ട്? എൻ്റെ അമ്മയെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? മര്യാദക്ക് സത്യം പറഞ്ഞോളണം. ഈ സമയം ACP ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നാൽ മാത്രം മതി. ശ്യാമമ്മയുടെ എവിടെയാണുള്ളത്? നിങ്ങൾ എവിടെയാണ് ശ്യാമമ്മയുടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അന്നേരം സാറ് ചോദിക്കുന്നുണ്ട്, അത് കൊള്ളാലോ, സാറെന്തിനാ ഈ ചോദ്യമൊക്കെ ഞങ്ങളോട് വന്ന് ചോദിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എനിക്കവരെ ഒളിപ്പിച്ച് വെക്കേണ്ട എന്ത് കാര്യമുള്ളത്? അവരൊളിപ്പിച്ച് വെക്കുന്നത് കൊണ്ടോ തടവിൽ വെക്കുന്നുണ്ടോ എനിക്കെന്തെങ്കിലും നേട്ടം കിട്ടുമോ? സാറത്തൊന്ന് പറഞ്ഞു തരണം. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഈ ഓഫീസിലേക്ക് സാറ് എന്തുദ്ദേശത്തിൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്? അന്നേരം ACP ചോദിക്കുന്നുണ്ട്, ബെഞ്ചമിൻ സാറയുടെ സഹോദരനല്ലേ? കൂടാതെ ചന്ദ്രശേഖരൻ്റെ അടുത്ത മിത്രവും. ശ്യാമ മേഡത്തിൻ്റെയും അതുപോലെ അമൃതയുടെയും തിരോധാനത്തിന് പിന്നിൽ ബെഞ്ചമിന് വ്യക്തമായ പങ്കുണ്ട്. അവരെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ബെഞ്ചമിൻ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ബെഞ്ചമിൻ എവിടെയുള്ളതെന്ന് നിങ്ങൾക്കറിയില്ലേ? അതിനുത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി. അതേക്കുന്നതും സാറ് പറയണേ. സാറ് പറഞ്ഞ നേരാ, ബെഞ്ചമിൻ എനിക്കറിയാവുന്ന ആളാണ്. എൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ആളാ, സഹോദരനെന്നും പറയാം എന്ന് കരുതി ബെഞ്ചമിനെ ഞങ്ങൾക്ക് പരിചയമുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ ഈ മിസ്സിംഗ് കേസിലൊക്കെ ബന്ധമുണ്ടാകും? എനിക്ക് മറ്റൊന്നും മറക്കാനില്ലാത്തതുകൊണ്ടാണ് ബെഞ്ചമിൻ എൻ്റെ റിലേറ്റീവ് ആണെന്നുള്ള സത്യം ഞാൻ അംഗീകരിച്ചത് എന്നും പറഞ്ഞ് ചെയ്യാത്ത കുറ്റമൊന്നും ഏറ്റെടുക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവ് സാറിൻ്റെ കയ്യിലുണ്ടോ?
പിന്നെ ഈ പിള്ളേർ പറഞ്ഞ വാക്കുകളും വിശ്വസിച്ചാണ് സാർ ഇങ്ങോട്ട് വന്നതെങ്കിൽ സാറിൻ്റെ സമയം വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവരോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട് എല്ലാവരും കൂടി പെട്ടിയും പ്രമാണവും എടുത്ത് വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങാൻ നിന്ന സമയത്ത് ഈ ചന്ദ്രശേഖരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ മാത്രം ചന്ദ്രുവിൻ്റെ കുടുംബം രക്ഷിക്കാനായിട്ട് ഞാൻ കുറച്ച് പണം കൊടുത്ത് ഇവരുടെ കടമംഗലം കുടുംബം തിരികെ എടുത്തു. അങ്ങനെ അന്ന് എൻ്റെ മുമ്പിൽ ഇവർ തോറ്റതിൻ്റെ ദേഷ്യവും ചുരുക്കുമൊക്കെയാണ് ഈ പിള്ളേർ എന്നോട് കാണിക്കുന്നത് എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇവർ പറയുന്ന ഇത്തരം പൊട്ടത്തരം കേട്ട് സാറെടുത്ത് ചാടിയല്ലോ. അതല്ല, ഇനി ഇവർ പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങൾ നിരപരാധികളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ വിട്ടയക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു സിംഗിൾ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ ACP? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയാതെ ഞാനും ചന്ദ്രുവും നിങ്ങളുടെ ഒപ്പം തന്നെ പിന്നാലെ വന്നോളും. പക്ഷേ ഒരു തെളിവ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകാനാവില്ല. ഇനി അതല്ല, നിങ്ങളുടെ വാശി നടക്കണം എന്നാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിലങ്ങ് വെക്കാൻ കൈ നീട്ടിത്തരാം. പക്ഷേ സത്യം തെളിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ACP കുപ്പായം തന്നെ നഷ്ടപ്പെട്ടു വന്നിരിക്കും. അതിൻ്റെ ശിക്ഷ എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. സാറയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും ACP ഒന്ന് വരണ്ടു പോകുവാണ്. അന്നേരം ACP വരുണിനോടും രാധികയോടുമായിട്ട് പറയണേ, അതെ, സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോൾ ഇവരാണ് തെറ്റ് ചെയ്തതെന്ന് തെളിയിക്കാനായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്കിവരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും പറ്റില്ല. അന്നേരം രാധിക പറയുന്നുണ്ട്, സാർ, എൻ്റെ അമ്മയെ തടവിലാക്കിയതും എൻ്റെ വല്യമ്മയെ കൊന്നതും എല്ലാത്തിനും പിന്നിൽ ഇവരാണ്. ഇവരൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ബെഞ്ചമിനാണ്. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അന്നേരം ACP പറയണേ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് ആവശ്യം തെളിവുകളാണ്. തെളിവുകളുടെ അഭാവത്തിൽ ഇവർ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും ഇവർ ഈസി ആയിട്ട് തന്നെ പറഞ്ഞ പോലെ രക്ഷപ്പെട്ടു വരും. മിസ്റ്റർ ചന്ദ്രശേഖർ, സാറാ നിങ്ങളെ വെറുതെ വിട്ടു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയാൻ ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അന്ന് എൻ്റെ കയ്യിൽ മതിയായ തെളിവുകളുണ്ടാകും. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. നിങ്ങളിപ്പോൾ തടവിൽ വെച്ചിരിക്കുന്ന ശ്യാമ മേഡത്തെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. എവിടെയുണ്ടെങ്കിലും മേഡത്തെ ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. അന്ന് നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള മറുപടി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരാം. അങ്ങനെ പറഞ്ഞ് ACP കൂട്ടരും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അന്നേരം രാധികയും വരുണും കൂടി അവിടെ നിന്നും തിരിച്ച് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം സാർ അവിടെ തടഞ്ഞു നിർത്തുക. അതെ, ഒന്ന് നിന്നേ. അതെ, കണിമംഗലത്ത് നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങാൻ നേരം വഴിപോക്കരായി നിൽക്കുമായിരുന്നു നിൻ്റെയൊക്കെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെയും. അന്നേരം അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ കണ്ട് കരുണ തോന്നിയിട്ട് ഞാനാണ് ചന്ദ്രനോട് ആ പരമേശ്വരനും പത്മിനിയും അതുപോലെ ജയഭാരതി മുത്തശ്ശിയൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള തീരുമാനം പറഞ്ഞത്. എന്നിട്ട് നിങ്ങളോടൊക്കെ അത്ര ഔദാര്യം കാണിച്ച എന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ നോക്കി അല്ലേ? ആ ACPയും കൂട്ടി വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് നിങ്ങൾ ഷോ കാണിച്ചു. അതിന് നിങ്ങളെന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീയൊക്കെ കണ്ടോ? അന്നേരം ദേഷ്യം വന്ന രാധികയാണെങ്കിൽ സാറയുടെ കഴുത്തിഞ്ഞിരിക്കുവാണ്. എടി, സത്യം പറയടി, എൻ്റെ അമ്മ എവിടെയാ ഉള്ളത്? എൻ്റെ അമ്മയെ നീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? മര്യാദക്ക് നീ സത്യം പറഞ്ഞോളണം എന്നും പറഞ്ഞ് സാറുടെ കഴുത്തി ഞെക്കി പിടിക്കുവാണ്. ഈ സമയം തടയാൻ വന്ന ചന്ദ്രശേഖരനെ വരുൺ തടഞ്ഞു നിർത്തുവാണ്. ദേ, തൊട്ടു പോകരുത് എൻ്റെ രാധികയുടെ മേത്ത്. നിങ്ങൾ ഇത് കണ്ടു നോക്കി നിന്നാൽ മാത്രം മതി. ഈ സമയം രാധികയാണെങ്കിൽ കൂടുതൽ ശക്തിയിൽ സാറയുടെ കൊങ്ങയിൽ പിടിച്ച് ഞെരുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അമ്മയെ എവിടെ കൊണ്ടു ഒളിപ്പിച്ചാലും ശരി, ഞാൻ എൻ്റെ അമ്മയെ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ തെളിവുകളൊന്നുമില്ല എന്ന്. നിങ്ങളെ പൂട്ടാനുള്ള സകല തെളിവുകളായിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എൻ്റെ അമ്മയോട് നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്കും എൻ്റെ വല്യമ്മയോടൊക്കെ ചെയ്ത ദ്രോഹത്തിനും നിങ്ങളെ കൂടി ഞാനന്ന് കണക്ക് ചോദിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് സാറേയും ചന്ദ്രശേഖരനെയും വെല്ലുവിളിച്ചുകൊണ്ട് വരുണൻ രാധികയും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രശേഖരനാണെങ്കിൽ സാറെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അന്നേരം സാറയാണെങ്കിൽ കഴുത്തൊക്കെ വേദന എടുത്ത് ആകെ വയ്യാണ്ട് നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ബെഞ്ചമിൻ ശ്യാമയും കൂട്ടി കുറേ ദൂരെയുള്ള ഒരു ആശ്രമം പോലത്തെ സ്ഥലത്തെത്തുവാണ് കേട്ടോ. അങ്ങനെ ആ ആശ്രമത്തിലെ അന്തേവാസിയായിട്ട് ശ്യാമയെ താമസിപ്പിക്കാനാണ് ബെഞ്ചമിൻ്റെ നീക്കം. അങ്ങനെ ബെഞ്ചമിൻ ശ്യാമയും കൂട്ടിക്കൊണ്ട് മറ്റൊരു പെണ്ണിൻ്റെ സഹായത്തോടെ ആ സ്വാമിജിയുടെ റൂമിൻ്റെ അവിടെ എത്തുവാണ്. അങ്ങനെ ശ്യാമയും കൂട്ടി ബെഞ്ചമിനോടെ സ്വാമിജിയുടെ മുമ്പിലിരിക്കുന്നുണ്ട്. ഈ സമയം ശ്യാമയുടെ പേര് ഒരു കള്ളപ്പേരൊക്കെ വെച്ചാണ് കേട്ടോ പറയുന്നത്. ഏഞ്ചൽ മേരി എന്നുള്ള കള്ളപ്പേരിലാണ് ശ്യാമയെ അവിടെ ചേർക്കാനായിട്ട് ബെഞ്ചമിൻ കൊണ്ടുവന്നിരിക്കുന്നത്. അന്നേരം ശ്യാമയുടെ കാര്യങ്ങളെല്ലാം ബെഞ്ചമിൻ പറഞ്ഞത് കേട്ടതിൽ നിന്നും സന്യാസിനി പറയുന്നുണ്ട്, അതെ,
ഏഞ്ചൽ മേരിയെക്കുറിച്ചുള്ള സകല ഡീറ്റെയിലുകളും എന്നോട് തുറന്നു പറയണം. എന്നാൽ മാത്രമേ അവരിവിടെ ഞാൻ അഡ്മിഷൻ എടുക്കുകയുള്ളൂ. അങ്ങനെ ശ്യാമയെക്കുറിച്ച് ഒരു കെട്ടുകഥയൊക്കെ പറഞ്ഞ് അവിടെ സന്യാസിനെയും അവിടെയുള്ള ആളുകളെയും വിശ്വസിപ്പിച്ച് ശ്യാമയെ അവിടെ ചേർത്തതിന് ശേഷം ബെഞ്ചമിനും കൂട്ടരും അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാര്യങ്ങളെല്ലാം ചന്ദ്രശേഖരനെയും സാറയും വിളിച്ചറിയിക്കുന്നുണ്ട്. അന്നേരം സാറയാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ചന്ദ്രശേഖരനോട് പറയണേ, എന്താണെങ്കിലും ഒരു വേഷമാറ്റം വേണമെന്നും പറഞ്ഞ് പേര് കണ്ടുപിടിച്ചത് എന്താണെങ്കിലും കൊള്ളാം. ഏഞ്ചൽ മേരിയും ദൈവഭക്തിയായ ശ്യാമക്ക് ഇതിലും വലുതായിട്ട് ഇനി എന്താ വേണ്ടത് എന്നും പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ആശ്രമത്തിലെ ഒരു റൂമിൽ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട് അമൃതേട്ടത്തി എവിടെ എന്നൊക്കെ പറഞ്ഞ് ഒരു പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിലുള്ളത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്